നമസ്കാരം. GSTയിലെ പുതിയ തീരുമാനം നടപ്പാക്കിയാൽ കേരളത്തിലെ സാധാരണക്കാരന് ലാഭമോ നഷ്ടമോ? ഇടത്തരക്കാരൻ വാങ്ങുന്ന ചെറു കാറുകളുടെ നികുതി 28% നിന്ന് 18% കുറയും. 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെയുള്ള കാറുകളുടെ വിലയിൽ ഒറ്റയടിക്ക് 30,000 മുതൽ 50,000 വരെ കുറവുണ്ടാകും. പാൽപ്പൊടി, ചിപ്സ്, കെച്ചപ്പ്, മയണൈസ്, പാക്കേജ്ഡ് ജ്യൂസ്, പാസ്ത, നൂഡിൽസ്, വെണ്ണ, നെയ്യ് എന്നിവയ്ക്കൊക്കെ 5% നികുതി കുറയും. എല്ലാത്തിനും പാക്കറ്റിൽ 5 മുതൽ 50 രൂപ വരെ കുറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. MRP രേഖപ്പെടുത്തുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞ ചരിത്രമില്ല. തുടക്കത്തിൽ ചില ഓഫറുകൾ ഉണ്ടാകാമെങ്കിലും വിലക്കുറവ് സാധാരണ ജനങ്ങളിലേക്ക് എത്താറില്ല. കമ്പനികളിലേക്കും വിതരണക്കാരിലേക്കും ലാഭമായി ആ തുക പോവുകയാണ് പതിവ്. ഫലത്തിൽ കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് പ്രത്യക്ഷത്തിൽ വില കുറയുക. എന്നാൽ ഇതിന് ദോഷമുണ്ടോ? പ്രത്യക്ഷത്തിൽ കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ 8,000 കോടി മുതൽ 10,000 കോടിയുടെ വരെ കുറവുണ്ടാകാം. ഇവിടെ ഒരു വർഷം 59 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകാൻ വിനിയോഗിക്കുന്ന തുകയ്ക്ക് തുല്യമാണത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. സംസ്ഥാനത്തിന്റെ കീശ കീറുമോ GST? ആദ്യം എന്താണ് നികുതി ഘടനയിൽ വരുന്ന മാറ്റം എന്ന് നോക്കാം. നിലവിലുള്ള നികുതി സ്ലാബുകൾ 5, 12, 18, 28 എന്നിങ്ങനെയാണ്. അവ ഇനി 5ഉം 18ഉം മാത്രമാകും. നിലവിൽ 12% നികുതി ഉണ്ടായിരുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും ഇനി 5% മാത്രമാകും നികുതി. അവയിൽ വരുന്നതാണ് പാസ്തയും നൂഡിൽസും, കുപ്പിയിലും കടലാസ് പെട്ടിയിലും കിട്ടുന്ന ജ്യൂസും കെച്ചപ്പും ഒക്കെ. രാജ്യത്തെ മധ്യവർഗമാണ് ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നത്. പ്രത്യക്ഷത്തിൽ വില കുറഞ്ഞില്ലെങ്കിലും ഇവയുടെ വില തൽക്കാലത്തേക്ക് വർദ്ധിക്കില്ല. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് പല ഓഫറുകളും ലഭിക്കും. ഒരു പാക്കറ്റ് വാങ്ങിയാൽ 2 എന്നോ 50% എക്സ്ട്രാ എന്നോ ഒക്കെ ആകും ഉണ്ടാവുക. ഇതുവരെ നികുതി നിരക്ക് താഴ്ത്തിയപ്പോഴൊന്നും MRP താഴ്ന്നിട്ടില്ല. തുടക്കത്തിൽ പ്രഖ്യാപിക്കുന്ന ഓഫറുകൾക്ക് ശേഷം ഇവയ്ക്ക് ഇപ്പോഴുള്ള MRP സ്ഥിരം വിലയായി മാറാനാണ് സാധ്യത. അപ്പോൾ ഇതിന്റെ നേട്ടം ആർക്കാണ്? പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആരോപിക്കുന്നത് വൻകിട കമ്പനികൾക്കാണ് എന്നാണ്. ഇത്തരം ഉൽപ്പന്നങ്ങളെല്ലാം പാക്ക് ചെയ്ത് വിൽക്കുന്നത് 1 ഡസൻ വരുന്ന വൻകിട കമ്പനികളാണ്. റിലയൻസും അദാനിയും ITCയും ഹിന്ദുസ്ഥാൻ ലിവറും വിപ്രോയും ഒക്കെയാണ് പാക്കേജ്ഡ് ഉൽപ്പന്നങ്ങളുടെ ഇപ്പോഴത്തെ മൊത്ത നിർമ്മാതാക്കൾ. ഇവർക്കൊക്കെയാണ് നിരക്ക് താഴുന്നതിലൂടെ ഏറ്റവും വലിയ നേട്ടം എന്നാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ബീഹാർ ഉപമുഖ്യമന്ത്രിയും BJP-കാരനുമായ സമൃദ്ധ് ചൗധരി കൺവീനർ ആയ മന്ത്രിതല ഗ്രൂപ്പാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം പരിഗണിക്കുന്നത്. ആ സമിതിയിൽ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലും പശ്ചിമ ബംഗാൾ ധനമന്ത്രി ചന്ദ്രിമ ഭട്ടാചാര്യയും കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരെ ഗൌഡയുമുണ്ട്. ഇവർ 3 പേരും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. കൂടാതെ ഉള്ളത് ഉത്തർപ്രദേശ് ധനമന്ത്രി സുരേഷ് കുമാർ ഖന്ന, രാജസ്ഥാൻ ആരോഗ്യമന്ത്രി ഗജേന്ദ്ര സിംഗ് ഖിംസർ, ഗോവ ഗതാഗത മന്ത്രി മൗവിൻ ഗൌദിഞ്ഞോ എന്നിവരാണ്. ഇവരെല്ലാം BJP-കാരാണ്. BJP-ക്ക് ഭൂരിപക്ഷമുള്ള ഈ സമിതി കേന്ദ്ര നിർദ്ദേശം അംഗീകരിക്കുക എന്നതല്ലാതെ മറ്റൊരു സാധ്യതയുമില്ല. അടുത്ത ഘട്ടമാണ് GST കൗൺസിൽ. GST കൗൺസിലിൽ കേന്ദ്രത്തിന് 33% വോട്ടും സംസ്ഥാനങ്ങൾക്ക് 67% വോട്ടുമാണ്. ഇവിടെയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് കൂടുതൽ എന്നതിനാൽ മറിച്ചൊരു തീരുമാനം പ്രതീക്ഷിക്കേണ്ടതില്ല. മന്ത്രിതല സമിതിയും GST കൗൺസിലും അംഗീകരിക്കുന്ന തീരുമാനം നടപ്പാകും. ദീപാവലി വിപണി ലക്ഷ്യമിട്ട് ഒക്ടോബറിൽ തന്നെ ഇത് സാധ്യമാക്കും. അത് കേന്ദ്ര സർക്കാരിന്റെ വലിയ നേട്ടമായി ചിത്രീകരിക്കാനും കഴിയും. പ്രത്യക്ഷത്തിൽ BJP തീരുമാനിക്കുന്നതല്ലാതെ മറ്റൊന്നും GST ഘടനയിൽ സംഭവിക്കില്ല. നിലവിൽ 8 സംസ്ഥാനങ്ങൾ മാത്രമാണ് GST കൗൺസിൽ തീരുമാനത്തെ എതിർക്കുന്നത്. ഈ സംസ്ഥാനങ്ങളുടെ ധനമന്ത്രിമാർ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. കർണാടക, തമിഴ്നാട്, തെലങ്കാന, കേരളം, പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, പഞ്ചാബ് എന്നീ 8 സംസ്ഥാനങ്ങളാണ് പുതിയ തീരുമാനത്തിൽ വിയോജിപ്പ് അറിയിക്കുന്നത്. നികുതി കുറയുന്നതിന്റെ നേട്ടം ജനങ്ങളിലേക്ക് എത്തില്ല എന്നാണ് സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പൊട്ടറ്റോ ചിപ്സ് മുതൽ കെച്ചപ്പ്, മയണൈസ്, പാസ്ത, നൂഡിൽസ് വരെയുള്ളവ കേരളത്തിൽ എല്ലാ വീടുകളിലേക്കും എത്തിത്തുടങ്ങിയിട്ടുണ്ടാകാം. എന്നാൽ രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും പകുതി ജനങ്ങളും ഇവ ഉപയോഗിക്കുന്നില്ല. മധ്യവർഗവും ഉപരിവർഗവും മാത്രമാണ് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപഭോക്താക്കൾ. GST ഘടനയുടെ തന്നെ പുറത്തുള്ളവരാണ് 60% വരുന്ന പാവങ്ങൾ. അരിയും മുളകും എണ്ണയും മുട്ടയും പാലും പോലുള്ളവ ഗ്രാമീണ വിപണിയിൽ നിന്ന് വാങ്ങുന്നവരാണ് അവർ.
ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും പാക്കേജ്ഡ് ഉൽപ്പന്നങ്ങളും അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്നില്ല. കേരളം ഈ വർഷത്തെ GST നികുതിയായി കണക്കാക്കിയിരിക്കുന്നത് 46,563 കോടി രൂപയാണ്. അതിൽ 14,173 കോടി മാത്രമാണ് ജൂലൈ വരെയുള്ള 4 മാസം കൊണ്ട് ലഭിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ കേന്ദ്ര നികുതിയിലെ സംസ്ഥാന വിഹിതമായി ലഭിച്ചത് 5,388 കോടി രൂപ മാത്രമാണ്. സംസ്ഥാനത്തിന്റെ മറ്റു വരുമാനങ്ങൾ എന്ന് പറയുന്നത് ഭൂനികുതിയും സ്റ്റാമ്പ് ഡ്യൂട്ടിയും വസ്തു രജിസ്ട്രേഷൻ നികുതിയും ഇന്ധന നികുതിയും എക്സൈസ് നികുതിയുമാണ്. അവയെല്ലാം ചേർന്നാലും GST നികുതിക്ക് തുല്യമായ തുക മാത്രമാണ് വരിക. അവയിലൊന്നും വർധനയ്ക്കുള്ള സാധ്യതയുമില്ല. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ നികുതിയിൽ ഉണ്ടാകുന്ന കുറവ് ആലോചിക്കാവുന്നതിനും അപ്പുറത്താണ്. കേരളം പോലുള്ള സംസ്ഥാനത്ത് ഉൽപാദനം നടക്കാത്തതിനാൽ നികുതി വർധനയ്ക്കുള്ള സാധ്യതകളെല്ലാം തുലോം തുച്ഛമാണ്. കൃത്യം 1.5 ലക്ഷം കോടി രൂപയാണ് കേരളം ഈ വർഷം പ്രതീക്ഷിക്കുന്ന മൊത്തം വരുമാനം. 45,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചാൽ മാത്രം എത്തുന്ന തുകയാണിത്. ശമ്പളം നൽകാൻ മാത്രം 45,000 കോടി രൂപ വേണം. പെൻഷന് 29,000 കോടി രൂപയും പലിശയായി 31,000 കോടി രൂപയും കണ്ടെത്തണം. ഈ 3 ഇനങ്ങൾ മാത്രം 1 ലക്ഷം കോടി രൂപയുടെ ചെലവ് വരും. GST കൗൺസിൽ തീരുമാനം മൂലം സവിശേഷ പ്രതിസന്ധി നേരിടാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം. ശമ്പളവും പെൻഷനും പലിശയ്ക്കും മാത്രമായി 1 ലക്ഷം കോടിയിലധികം ചെലവഴിക്കുന്ന സംസ്ഥാനത്തിന് മറ്റുള്ളതെല്ലാം മുടങ്ങും. കൂടുതൽ വായ്പ എടുക്കാൻ അനുവാദമില്ല. കൂടുതൽ നികുതി പിരിക്കാൻ മറ്റു മേഖലകളുമില്ല. ക്ഷേമ പെൻഷൻ സാധാരണക്കാരിലേക്ക് നേരിട്ടെത്തുന്ന തുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും വലിയ മുതൽ മുടക്ക് ആവശ്യമുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് എത്രായിരം കോടി മുടക്കിയാലും മതിയാകില്ല എന്നതാണ് സ്ഥിതി. റോഡുകളും പാലങ്ങളും അത്രയേറെ തുക അർഹിക്കുന്നുണ്ട്. ഈ പദ്ധതികളെല്ലാം സാധാരണക്കാരെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നതാണ്. സംസ്ഥാനങ്ങൾക്കുള്ള ആകെ വരുമാനത്തിൽ 2 ലക്ഷം കോടി രൂപ കുറയുക എന്നാൽ രാജ്യത്തിന്റെ വളർച്ച പിന്നോട്ട് പോവുക എന്നാണ് അർത്ഥം. ആ തുക കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ നാട് എങ്ങനെ ചലിക്കും? സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.